Hi my dear friends, എല്ലാവർക്കും MP ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ പഠനത്തെ വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 1 ഇയർ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും നല്ല ടാലന്റഡ് ആയിട്ട് ആളുകളും നന്നായിട്ട് SLC +2 ഡിഗ്രി സമയത്തൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ റാങ്കുകൾ വാങ്ങിയ ആളുകൾക്ക് പോലും പലപ്പോഴും എന്ത് ചെയ്യാറില്ല, സിവിൽ സർവീസ് കിട്ടാറില്ല. കാരണം അതിന് കാരണം അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ പഠിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പലപ്പോഴും ആ ഒരു വ്യക്തമായ ട്രാക്കിലൂടെ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. ആ UPSC മനസ്സിലാക്കി UPSCക്ക് എന്ത് വേണമെന്നുള്ളത് മനസ്സിലാക്കി വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ്. അഥവാ ഒരു മെൻറ്ററുടെ അഭാവമാണ് പലപ്പോഴും പല ആളുകൾക്കും സിവിൽ സർവീസ് കിട്ടാതെ പോകുന്നുള്ള കാരണം. നമുക്കറിയാം ചിലപ്പം നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന ആളുകളാവാം, പോവാതെ സെൽഫ് സ്റ്റഡി പഠിക്കുന്ന ആളുകളാവാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതുകൊണ്ട് മാത്രം സിവിൽ സർവീസ് കിട്ടുമെന്നില്ല. നിങ്ങൾക്ക് വ്യക്തമായൊരു മെൻറ്ററിങ് ധാരാളം അവിടെ പഠിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ വ്യക്തമായ ട്രാക്കിലൂടെ അല്ല പോകുന്നതുണ്ടെങ്കിൽ അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഡിമോട്ടിവേറ്റ് ആവാം. നമ്മളെ വ്യക്തമായ എന്ത് പഠിക്കരുത് എന്ത് പഠിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഒരു ഗൈഡ് ചെയ്യാൻ ഒരു മെൻറ്റർ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സർവീസ് നേടുന്നതിൽ എന്ത് ചെയ്യും, പ്രയാസകരമായിരിക്കും. അതേ സ്ഥാനത്ത് ഇനി കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ലെങ്കിൽ കൂടിയും സെൽഫ് സ്റ്റഡിയാണ് അല്ലെങ്കിൽ ജോലിയുടെ കൂടെ പഠിക്കുന്നവരാവാം. അത്തരം ആളുകളാണെങ്കിൽ കൂടിയും അവർക്ക് വ്യക്തമായൊരു മെൻറ്ററിങ് കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്ത് പഠിക്കണം എന്ത് പഠിക്കരുത്, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ വായിക്കണം, എങ്ങനെ നോട്ട്സ് തയ്യാറാക്കണം, അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള മെൻറ്ററിങ് കൊടുക്കാൻ നിങ്ങൾക്കൊരാളെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇനി കോച്ചിങ്ങിന് പോയിട്ടില്ലെങ്കിൽ കൂടിയും സെൽഫ് സ്റ്റഡി ആണെങ്കിൽ കൂടിയും പെട്ടെന്ന് സിവിൽ സർവീസ് കിട്ടാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പേഴ്സണൽ ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പ്രോഗ്രാം 1 വർഷത്തേക്കാണ്. 1 വർഷം എന്ന് പറയുമ്പോൾ ഈ വർഷം പ്രിലിംസിന് പഠനം തുടങ്ങുന്ന മുതൽ അടുത്ത വർഷം മെയിൻസ് വരെയുള്ള 1 വർഷത്തെ മെൻറ്ററിംഗ് പ്രോഗ്രാമാണ് നൽകുന്നത്. എല്ലാം നമ്മൾ ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് വ്യക്തമായ ഗൈഡൻസ് എന്തൊക്കെ ബെനിഫിറ്റ്സ് അതുകൊണ്ട് കിട്ടുന്നുള്ളത് ഞാനൊന്ന് പറയുന്നുണ്ട് ഇതിന് ശേഷം. ആ വ്യക്തമായിട്ടുള്ളൊരു ഗൈഡൻസ് അത് ചില ഗൈഡൻസ് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ചില ഒരുമിച്ചുള്ള വീഡിയോസിലൂടെ ആവാം, സൂമിലൂടെ ആവാം, ചിലത് പേഴ്സണലായിട്ടുള്ള മെസ്സേജിങ്ങിലൂടെ ആവാം, ചിലത് നിങ്ങളുടെ കോൾ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് കൊറോണയ്ക്ക് ശേഷം നേരിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടും വ്യക്തമായ ഒരു ഗൈഡൻസ് തരുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സെൽഫ് സ്റ്റഡി പഠിക്കുന്നവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടും. കാരണം അവർക്ക് വ്യക്തമായൊരു ഗൈഡൻസ് അവർക്ക് നിർബന്ധമായി കിട്ടണം എന്നുള്ളത് സിവിൽ സർവീസ് നേടാൻ അനിവാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്ന ഓൺലൈനായിട്ടാലും ഓഫ്ലൈനായിട്ടാലും കോച്ചിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിലും അവരെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ജോലിയുടെ കൂടെയും മറ്റുമൊക്കെ പഠിക്കുന്ന ആളുകൾക്കുമൊക്കെ ഇനി മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികളോ പഠിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു വ്യക്തമായൊരു മെൻറ്ററിങ് ഓരോരുത്തർക്കും അനുസൃതമായ സ്ട്രാറ്റജിയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് സിലബസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സിലബസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഓരോ സിലബസിനും അതുപോലെ തന്നെ ഏത് മെറ്റീരിയലാണ് ഫോളോ ചെയ്യേണ്ടത്, സിലബസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള മെൻറ്ററിങ് നിങ്ങൾക്ക് 1 വർഷം തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സിലബസിൻ്റെ കൂടെ തന്നെ NCERT നിങ്ങൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചില സ്ട്രാറ്റജി പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അഥവാ NCERT ഓരോ ഏരിയകൾ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ ഓരോ ഏരിയകൾ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി തന്ന് അത് കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും അതിനുശേഷം അതിൻ്റേത് ചെറിയ OMR ബന്ധപ്പെട്ട ടെസ്റ്റുകളും അതുപോലെ തന്നെ ആൻസർ റേറ്റിങ്ങും ഓരോ അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഒരു മെൻറ്ററിങ്ങും അതേസമയം തന്നെ ഒരു ടീച്ചറെ പോലെയും അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഡിമോട്ടിവേറ്റ് ആകുമ്പോൾ ഒന്ന് സ്കഫോൾഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ NCERT നിങ്ങൾ കവർ ചെയ്യാൻ രീതിയിലുള്ള സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസ് മൊത്തം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പ്രിലിംസ് മെയിൻസ് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഐഡിയ ഏതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇല്ലാത്തവർക്ക് അതും വ്യക്തമായി ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആൻസർ റൈറ്റിങ്ങിന് വ്യക്തമായ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് തരും. വീക്കിലി നിങ്ങൾക്ക് ഒരു ആൻസർ ചെയ്യാനും അതിൻ്റെ ഫീഡ്ബാക്കിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ റൈറ്റിംഗ് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള അത് വ്യക്തമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇന്നോവേറ്റീവായിട്ട് എങ്ങനെ ആൻസേഴ്സ് ചെയ്താം. അപ്പോൾ ഈ 1 വർഷം തന്നെ നിങ്ങൾക്ക് എന്താണ് ആൻസർ റൈറ്റിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ആൻസർ റൈറ്റിംഗ് നിങ്ങൾ നല്ല സൂപ്പറായിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം ആൻസർ റൈറ്റിംഗ് ആണ് നമ്മളെ റാങ്ക് തീരുമാനിക്കുന്നത്. കാരണം മെയിൻസ് ആണ് എക്സാം. അതിൻ്റെ കൂടെ തന്നെ പ്രിലിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസ് കടന്നാലല്ലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിലിംസിനും വ്യക്തമായ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഒന്നും ക്ലാസ്സുകളല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ്. നിങ്ങളെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശേഖരിച്ചുകൊണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് നോക്കിക്കൊണ്ട് നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് തരും. അതുപോലെ തന്നെ ചില മെൻറ്ററിങ് തരുന്നതാണ്. അതുപോലെ തന്നെ OMR ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, NCERT ആയാലും മറ്റുള്ള ഓരോ ടോപ്പിക്ക് വായിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട OMR ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ വ്യത്യസ്ത മെറ്റീരിയലുകളും എന്ത് ചെയ്യും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും.
അതുപോലെ തന്നെ വ്യത്യസ്ത സോഴ്സുകളെക്കുറിച്ചും നിങ്ങൾക്കുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കി തരും. അപ്പോൾ ആൻസർ റൈറ്റിംഗ്, OMR, അതുപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ വായിക്കാതിരിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോട്ട് മേക്കിങ്ങിനെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യും വ്യക്തമായ ഐഡിയ കിട്ടും. നോട്ട് മേക്കിംഗ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും പല സർവീസ് കിട്ടിയ ആളുകളുടെയും ടോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ വിജയിച്ചതിന് ഒരു കാരണം അവരുടെ വ്യക്തമായ നോട്ട് മേക്കിംഗ് ആയിരുന്നു. കാരണം നമ്മുടേതായ നോട്ട്സ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവസാന ഘട്ടത്തിൽ റിവിഷൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുള്ളൂ. അപ്പോൾ നോട്ട് മേക്കിങ്ങിന് എന്ത് ചെയ്യും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. NCERT ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഓപ്ഷനിൽ ബന്ധപ്പെട്ട് നമുക്ക് റാങ്ക് തീരുമാനിക്കുന്നതിൽ ഓപ്ഷന് വലിയൊരു പങ്കുണ്ട്. ഓപ്ഷനുമായി ബന്ധപ്പെട്ട വലിയ സഹായം ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ്. ഓപ്ഷൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഓരോ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള കുറിച്ച് എന്ത് ചെയ്യും വ്യക്തമായ ഒരു ഐഡിയ, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് വ്യക്തമായൊരു ഐഡിയ ഉണ്ടാക്കി തരും. അതിൻ്റെ കൂടെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എങ്ങനെയാണ്, ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിനുള്ളിൽ ഉൾക്കൊള്ളും. കൂടാതെ ഒരു വർഷം മുഴുവനായിട്ട് എന്ത് ചെയ്യാണ് നിങ്ങളെ ടീച്ചറെ പോലെ പിന്നിൽ നിന്നുകൊണ്ട് നേരിട്ടല്ലെങ്കിൽ കൂടിയും നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വ്യക്തമായ ട്രാക്കിലൂടെ തന്നെയാണോ പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള മെൻറ്ററിങ് ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഈ മെൻറ്ററിങ് പ്രോഗ്രാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രീ അല്ല, ഒരു പെയ്ഡ് പ്രോഗ്രാമാണ്. എങ്കിൽ കൂടിയും ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങൾ സിവിൽ സർവീസ് കോച്ചിങ്ങിന് എല്ലാ സ്ഥലങ്ങളും പോകുമ്പോൾ അതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ മെൻറ്ററിങ്ങിനായിട്ട് ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് കോച്ചിങ്ങിന് പോയതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടിക്കോളണം നിർബന്ധമില്ല, കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലേറെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ കോച്ചിങ് ഇല്ലാത്ത ആളുകൾക്ക് എന്തായാലും ഇത് ഉപകരിക്കും. അതിൻ്റെ കൂടെ കോച്ചിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വ്യക്തമായ മെൻറ്ററിങ് കൂടെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ പഠനം വളരെയധികം സ്ട്രോങ് ആക്കും, എഫക്റ്റീവ് ആക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പേഴ്സിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ കോൾ ചെയ്യേണ്ടതില്ല, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ലിമിറ്റഡ് നമ്പേഴ്സ് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു മെൻറ്റേഴ്സിനെ ആഗ്രഹിക്കുന്ന സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. ഓക്കെ, ബൈ.